പ്രിയ ഗായകൻ പി ജയചന്ദ്രന് വിട നൽകി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ പറവൂർ ചേന്ദമംഗലം പാലിയത്തെ വീട്ടുവളപ്പിലാണ് ചടങ്ങുകൾ നടന്നത്. സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിന്നുമുള്ളവരും ആയിരക്കണക്കിന് സംഗീത പ്രേമികളും മലയാളത്തിന്റെ ഭാവഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാനായി പാലിയത്ത് എത്തിയിരുന്നു. സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം രാവിലെ 7:30യോടെയാണ് പൂങ്കുന്നത്തെ വീട്ടിൽ നിന്ന് പി ജയചന്ദ്രന്റെ മൃതദേഹം ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് ചേന്ദമംഗലത്തെ പാലിയത്ത് തറവാട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. നൂറുകണക്കിന് ആളുകളാണ് ജയചന്ദ്രനെ അവസാനമായി കാണാൻ പാലിയത്തേക്കെത്തിയത്. മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്നും സ്വാമി അനഘാമൃതാനന്ദപുരി, ഡോക്ടർ ജഗ്ഗുസ്വാമി എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. ജയചന്ദ്രന്റെ ഓർമ്മയ്ക്കായി ചേന്ദമംഗലത്ത് സ്മാരകമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. മലയാളി ഉള്ള കാലത്തോളം ഈ ഗാനങ്ങൾ ജീവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അതുല്യമായ സംഭാവനകൾ ചെയ്തിട്ടാണ് ജയേട്ടൻ യാത്രയാകുന്നത്. അദ്ദേഹത്തിന്റെ സമുചിതമായ ഒരു സ്മാരകം ചേന്ദമംഗലത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും. മന്ത്രിമാരായ സജി ചെറിയാൻ, എം.പി. രാജേഷ്, ആർ. ബിന്ദു എന്നിവർ പാലിയത്തെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രായമെന്നത് സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചിട്ടുള്ള ആളായിരുന്നു ജയചന്ദ്രനെന്ന് സംഗീത സംവിധായകൻ ബിജിപാൽ ഓർമ്മിച്ചു. പ്രായം ഒരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പ്രായമേറും തോറും തേൻ പോലെ മധുരിക്കുന്ന വോയിസാണ്. അപ്പോൾ അനിവാര്യത, ഈ വേർപാടെന്ന് പറയുന്നത് അനിവാര്യത അദ്ദേഹത്തെ പോലെയുള്ളവർക്ക് ചേരുന്നതല്ല എന്നെനിക്ക് തോന്നുന്നു. ഇനിയും പാടേണ്ടത് തന്നെയാണ് അദ്ദേഹം. വൈകിട്ട് നിശ്ചയിച്ച സംസ്കാര ചടങ്ങുകൾ ഉച്ചയോടെ നടത്തി. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ഗാർഡ് ഓഫ് ഓണറിന് ശേഷം മകൻ ദിനനാഥൻ ചിതയ്ക്ക് തീ കൊളുത്തി. നൂറുകണക്കിന് സംഗീത പ്രേമികളുടെ പ്രാർത്ഥനകളോടെയാണ് മരണമില്ലാത്ത ഗാനങ്ങൾ അവശേഷിപ്പിച്ച് ജയചന്ദ്രൻ പാലിയത്തിന്റെ മണ്ണിലേക്ക് മടങ്ങിയത്. അമൃത ന്യൂസ്.